എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ 9 നടക്കുന്ന വ്യാഴമാറ്റം, വ്യാഴത്തിൻ്റെ വക്രഗതി എങ്ങനെയാണ് തുലാം രാശിക്കാരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത്. ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ വക്രഗതി സംഭവിക്കുമ്പോൾ ഉള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ശനി 5 വക്രഗതിയിലാണിപ്പോൾ, രാഹു 6, കേതു 12, അങ്ങനെയാണ് ഇവിടെ ഗ്രഹസ്ഥിതി വരുന്നത്. ശുക്രൻ ജന്മരാശിയിലുണ്ടാവും. ഈ പകർച്ച സംഭവിക്കുമ്പോൾ ശുക്രൻ ജന്മരാശിയിലുണ്ടാവും. തുലാമാസം ആരംഭിച്ചിട്ടുണ്ടാവില്ല. തുലാമാസം ആരംഭിക്കുന്നതിന് മുമ്പ് കന്നിമാസം തന്നെയാണല്ലോ ഈ വ്യാഴത്തിൻ്റെ വക്രഗതി വരുന്നത്. അപ്പോൾ ഇവരെ പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഈ തുലാം രാശിക്കാർക്ക് ഈ വർഷം ഏപ്രിൽ മുതൽക്ക്, ചിലർക്കൊക്കെ ഏപ്രിൽ മുതൽ, ചിലർക്ക് മെയ് മുതൽക്ക് വളരെ അതിരൂക്ഷമായ കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയിരുന്നത്. അതായത് അത് എന്താ പറയുക, എല്ലാ പോസിറ്റീവ് എനർജികളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാശിക്കാർ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിലൂടെ കടന്നുപോയി കാണാം. പിന്നെ അതിൽ നിന്ന് ഗ്രാജുവലി ഇവർ പിക്ക് ചെയ്ത് വന്ന രാശിക്കാരാണ് ഈ തുലാം രാശിക്കാർ. അതായത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പലതും തോന്നുമായിരിക്കും. ഇതിൽപ്പോൾ ഇവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ഷയിക്കുക, നമുക്ക് കോലം കെട്ട് പോകുന്നൊക്കെ പറയില്ലേ, കോലം കെട്ട് പോകുമെന്ന് പറയുക. നമ്മുടെ ജോലി സ്ഥലത്തും കുടുംബത്തിനും സമൂഹത്തിലൊക്കെ നമ്മളൊരു ചോദ്യചിഹ്നമായിട്ട് മാറുന്നൊരവസ്ഥ. എന്തു പറ്റി ഇദ്ദേഹത്തിന് എന്നൊരു ചോദ്യം എല്ലാവരും സ്വയം ചോദിക്കുന്നൊരവസ്ഥ. എല്ലാവരും അല്ല, സ്വയം അങ്ങനെ ചോദിക്കുന്നുണ്ടാവും എല്ലാവരും. അങ്ങനെയാണ് ഈ തുലാം രാശിക്കാർ കടന്നുപോയത്. പിന്നെ ഓഗസ്റ്റോടുകൂടിയൊക്കെ ഒന്ന്, ജൂലൈ അവസാനത്തോടുകൂടി, ജൂൺ 30 ശനിയുടെ വക്രഗതി ഓടുകൂടിയാണ് അതൊന്ന് അല്പം മാറിയെന്ന് പറയും. കാരണം 5 മനസ്ഥാനമാണ് അവിടെ ശനി നിൽക്കുന്നത്. മനസ്സുഖം കുറയ്ക്കും. അങ്ങനെ ഇപ്പോൾ രാഹു 6 നിൽക്കുന്നതുകൊണ്ട് ഇവർക്കൊരു ഒരു ബലം ആ ഗ്രഹസ്ഥി മാത്രമേ ഉള്ളൂ. കുറച്ച് സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടും എന്നുള്ളതാണ് 6 നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് പറയത്തക്ക ഒരു ഇത്. പിന്നെ ഇപ്പോൾ അങ്ങനെ ഇവരിൽ ചിലരൊക്കെ ആത്മഹത്യ പ്രവണത പോലും കാണിച്ചു കാണാൻ സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ. കാരണം ഒരു മെയ്, ജൂൺ, ജൂലൈ അവരൊക്കെ സമയങ്ങളെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസങ്ങൾ വളരെ രൂക്ഷമായിരുന്നു. അഷ്ടമവ്യാഴം ഒരു വർഷമാണെങ്കിൽ കടുത്ത ദോഷം ആദ്യ 6 മാസക്കാലാണ്. പിന്നെ ക്രമാനുഗതമായിട്ട് തീഷ്ണത കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഈ 12 രാശിക്കാരിൽ ഏറ്റവും പ്രതിസന്ധി കടന്നുപോയത് ഈ 6 മാസക്കാലം ഈ വ്യാഴമാറ്റത്തോട് പോയത് തുലാം രാശിക്കാരാണ്. കുംഭരാശിക്കാർക്കും വൃശ്ചിക രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും ഒക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ ചിങ്ങൻ രാശിക്കാർക്ക് അല്പം കൂടുതലായിട്ട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. എങ്കിലും ഈ തുലാം രാശിക്കാർ വളരെയധികം ബുദ്ധിമുട്ടിയതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തു തന്നെ ആയിരുന്നാലും ഈ തുലാം രാശിക്കാർക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയില്ല എന്ന് പറഞ്ഞില്ല. തുലാം രാശിക്കാർ താൽക്കാലികമായിട്ടൊന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഒരു ഒക്ടോബർ 9 വ്യാഴത്തിൻ്റെ വക്രഗതിയിലൂടെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ മാറും എന്നുള്ള, പ്രശ്നങ്ങളുടെ വലിയൊരു കുറവ് വരും എന്ന് മാത്രമല്ല, ഒരു മാസം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ശനിയുടെ വക്രഗതി അവസാനിക്കും. അപ്പോൾ അവർക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം ഈ തുലാം രാശിക്കാർക്ക് ഉണ്ടാകും. കഴിഞ്ഞു വന്നിരുന്ന കാലത്ത് നിന്ന് അതൊരു ദുസ്വപ്നമായിട്ട് മറന്നു കളയാമെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമ്മുടെ റുട്ടീൻ ലൈഫിലേക്ക്, സ്വാഭാവിക ജീവിതത്തിലേക്ക് അവർക്ക് പൂർവാധീന ശക്തിയായിട്ട് മടങ്ങി വരാൻ കഴിയും എന്നുള്ളതാണ് ഈ ഗ്രഹസ്ഥിതി കൊണ്ടും പറയേണ്ടത്. എന്ന് മാത്രമല്ല, സന്തോഷ വാർത്ത 2025 മാർച്ച് 29 ശനി അതിൻ്റെ ഉപജയഭാവമായ 6 കടക്കും. അത് ഒരു രാജയോഗപ്രദമായ ഒരു ഗ്രഹസ്ഥിതി 2.5 വർഷം ഈ രാശിക്കാർക്കുണ്ടാവും. അപ്പോഴും ഈ പറഞ്ഞ അഷ്ടമവ്യാഴത്തിൻ്റെ ദോഷം ഒരു 2 മാസമേ ഉണ്ടാവുള്ളൂ. പിന്നീട് വ്യാഴം മഹാഭാഗ്യസ്ഥാനമായ 9 പോകുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു. വളരെ നല്ലൊരു കാലം ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഭാവിയെ പറ്റി പറയാനുള്ളത്. തുലാം രാശിക്കാർക്ക് 9 വ്യാഴവും 6 ശനിയും നിൽക്കുന്ന അതിഗംഭീരമായൊരു കാലഘട്ടം ഇവരെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഒരു രീതിയിലും പേടിക്കേണ്ടതല്ല. അവരുടെ പ്രതിസന്ധി ഘട്ടം അവർ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ തുലാം രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സന്തോഷവും കൊണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.